വുഡിൻ്റെ ഡോറ് പോളിഷ് ചെയ്യാൻ എത്ര രൂപ ചിലവ് വരുമെന്ന് കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. അവരുടെ സംശയമാണ്. കാരണം അവർ പലരോട് ചോദിക്കുമ്പോൾ പല റേറ്റാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, വുഡിൽ ഇതുപോലെ ചെറിയ കുറേ ഹോളുകളൊക്കെ ഉണ്ടാവും. പിന്നെ ചില കട്ടിലകളിൽ ആകെ സിമൻറ്റ് കറയൊക്കെ പിടിച്ചിട്ട് സിമൻറ്റിൻ്റെ കംപ്ലൈൻറ്റുകളുണ്ടാവും. അതൊക്കെ നമ്മൾ ഉളുക്കി ചീകിയെടുക്കണം. ചിലതിൽ സാൻഡറിങ് പാടുണ്ടാവും. പിന്നെ ഈ ചെറിയ ഹോളുകൾ അടയ്ക്കാതെ പോളിഷ് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം അടച്ച് പുട്ടി വെച്ച് വൃത്തിയാക്കിയിട്ട് ഉരച്ച് ചെയ്യുന്ന പോളിഷുകളും ഉണ്ട്. അപ്പോൾ അത് ഓരോ ആളുകളുടെയും ബഡ്ജറ്റിനനുസരിച്ചാണ് ചെയ്തു കൊടുക്കുക. കാരണം എത്ര കോട്ടിങ് വേണം, എത്ര ഫിനിഷിങ് അതിന് ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ ഈ ചെറിയ പൊത്തുകൾ അടയ്ക്കണോ വേണ്ടയോ, ഇതൊന്നും ഇപ്പോൾ ചെറിയൊരു ഹോള് ഇതിൻ്റെ മുകളിൽ അടച്ചില്ല എന്ന് വെച്ചാൽ അത് വലിയ സംഭവമൊന്നുമല്ല. കാരണം ഫിനിഷിങ്ങിലൊരു ചെറിയ വ്യത്യാസം അവിടെ കാണും എന്ന് മാത്രം. പക്ഷെ അത് സാധാരണക്കാർ അത് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. പക്ഷേ നല്ല ഫിനിഷിങ് വേണം എന്നുള്ളവർക്ക് അതൊന്നും കാണാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് പൈസ കൂടും, പൈസ കുറയും. കാരണം അതിൽ വർക്ക് വരും. പിന്നെ ഇതിനുണ്ടാവുന്ന ആര്യവഴുതുകളുണ്ട് മരത്തിന്, അത് ചിലർക്ക് ഫില്ല് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അത്രയും മെറ്റീരിയൽ അതിൽ കയറണം. ചിലപ്പോൾ PU മെറ്റീരിയൽസ് ഉപയോഗിക്കണമെന്ന് പറയും. അപ്പോൾ ഒരു ലിറ്ററിന് സാൻഡിങ് സീലർ 400 രൂപയാണെങ്കിൽ ഇത് 1000-ഉം 1400 ഒക്കെ ആയിരിക്കും ഒരു ലിറ്ററിന്. അപ്പോൾ അങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റൊക്കെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ എത്ര കോട്ട് അടിക്കണം എന്നുള്ളതൊക്കെ ഇതാക്കിയിട്ടാണ് അതിൻ്റെ റേറ്റൊക്കെ വരുന്നത് പോളിഷ് വർക്കിന്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടും ചെയ്യാം പോളിഷ് വർക്ക്, വളരെ ഹൈ ലെവലിലും ചെയ്യാം. അപ്പോൾ അതങ്ങനെയാണ് പോളിഷിൻ്റെ രീതി.